രക്തം നിറഞ്ഞോരവ വിശ്വാസത്താൽ മുങ്ങുക എന്നാൽ നിശുദ്ധനാ. രക്തം നിറഞ്ഞോരവ ഉണ്ടല്ലോ പാപിക്കാൻ വിശ്വാസത്തോടെ മുങ്ങുക എന്നാൽ നിശുദ്ധനാ. വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഇമ്മാനുവേൽ. ആ കല്ലനു സന്തോഷമാ യേശുവിൻ രക്തത്താൽ എനിക്കുമനുഭവമാ ദൈവത്തിൻ കൃപയാ. ആ കല്ലനു സന്തോഷമാ യേശുവിൻ എനിക്കുമനുഭവമാ ദൈവത്തിൻ കൃപയാ. വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഇമ്മാനുവേൽ. വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഇമ്മാനുവേൽ. യേശുവിൻ മുറിവുകളെ കണ്ടന്നു മുതൽ ഞാൻ വീണ്ടെടുക്കും തൻ സ്നേഹത്തെ സ്തുതിപ്പാൻ. വിശ്വാസത്താൽ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഇമ്മാനുവേൽ. വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൻ ഇമ്മാനുവേൽ. ഞാൻ ജീവിക്കും നാളൊക്കെയും നിൻ ക്രൂശിൻ മഹത്വം
സ്വസ്ഥം ആകും എൻ പാട്ടും ധ്യാനവും ആകും എൻ പ്രസംഗം വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൽ ഇമ്മാനുവേ നിൻ രക്തത്തിൻ ഫലമാ ഞാൻ വാഴും സ്വർഗത്തിൽ ആവിടെയും നിൻ സ്തുതിക്കാൻ ഞാൻ പാടും പകയിൽ വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൽ ഇമ്മാനുവേ വിശ്വാസത്താൽ ഞാൻ നോക്കുന്നു യേശുവിൻ ക്രൂശിങ്കൽ എൻ പാപമെല്ലാം ചുമന്നു ഈയൽ ഇമ്മാനുവേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസം നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നതിനായി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തുയേശുവിൻ്റെ ക്രൂശ് ധ്യാനത്താൽ കൂടുതൽ ആവേശഭരിതമായിരിക്കുന്നതിനാൽ, സന്തുഷ്ടമായിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 42-ഉം 43-ഉം വാക്യങ്ങൾ വായിക്കുകയാണ്. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. യേശുവിൻ്റെ ക്രൂശിലെ രണ്ടാമത്തെ മൊഴി അതായിരുന്നു. 2 ദുഷ്പ്രവൃത്തിക്കാരെ കർത്താവിൻ്റെ ഇടവും വലവുമായി ക്രൂശിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവനെ പോലെ എണ്ണേണ്ടതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെയും ഒരു അത്ഭുതം സംഭവിച്ചു. ആ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ യേശുവിനെ പോലെ ആയിത്തീർന്നു. അദ്ദേഹം യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അതുവരെയും യേശുവിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ആ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പം പള്ളികളിലെ പ്രധാനികൾ, മൂപ്പന്മാർ, അവർ യേശുവിനെ പരിഹസിച്ചു. പടയാളികൾ യേശുവിനെ പരിഹസിച്ചു എന്ന് 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട അധർമ്മികളിൽ തന്നെ ഒരുവൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ കൂടി രക്ഷിക്ക് എന്ന് പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത ക്രിസ്തുവാണോ, നീയാണോ ക്രിസ്തു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം യേശു ഈ തന്നോടുകൂടെ കിടന്ന അധർമ്മിയുടെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് കൊടുക്കുകയാണ്. യേശു അവനോട് പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇവർ തമ്മിൽ പരിഹസിക്കുമ്പോൾ അതിൽ പിന്നീട് യേശുവിനെ രാജാവായി സ്വീകരിച്ച ഈ അധർമ്മികളിൽ ഒരുവൻ പറയുന്നത്, നാം ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. കാരണം യേശുവിൻ്റെ ക്രൂശിൻ്റെ മീതെ തൻ്റെ ഒരു മേലെഴുത്തുണ്ട്, തൻ്റെ കുറ്റകൃത്യം. സാധാരണ ഈ റോമൻ എക്സിക്യൂഷൻ്റെ ഒരു ഭാഗമാണത്. കുറ്റവാളികളുടെ കുറ്റം കൂടെ എഴുതി ചേർക്കും. അതിൽ പിലാത്തോസ് എഴുതിയിരുന്നത്,
നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. അദ്ദേഹത്തിന് മനസ്സിലായി മരിക്കുന്നത് രാജാതി രാജാവായ യേശുവാണ്. താൻ പ്രാർത്ഥിക്കുക, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ ഓർത്തുകൊള്ളണമേ. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, മറ്റേ അധർമ്മികളിൽ ഒരുവൻ പറയുന്നത്, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെ കൂടെ രക്ഷിക്കുക. എല്ലാ സമയത്തും കേട്ടിട്ടുള്ള ഒരു വിമർശനമാണ്, സ്വയം രക്ഷിക്കാൻ കഴിയാത്തവന് നമ്മെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അല്ല പ്രിയപ്പെട്ടവർ, അവിടെ തന്നെ അതിന് ഉത്തരവുണ്ടായിരുന്നു. താൻ ഈ യഹൂദ പടയാളികൾക്കും റോമൻ സൈനികർക്കുമൊക്കെ തന്നെത്താൻ ഏൽപ്പിച്ച് കീഴടങ്ങിയിരിക്കുമ്പോഴും അവിടുന്ന് രക്ഷിപ്പാൻ വല്ലഭനാകുന്നു എന്നതും കൂടിയാണ് ഈ മൊഴിയിലൂടെ യേശു കർത്താവ് വെളിപ്പെടുത്തുന്നത്. യേശുവിനോട് പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വിശദമായി ചിന്തിച്ചാൽ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ നീ തന്നെ. എപ്പോഴാ യേശു കർത്താവിനോട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? അന്നേരം. അതിന് പ്രായമോ സമയമോ ഒന്നും വ്യത്യാസമില്ല. എപ്പം യേശു രാജാവാണ്, യേശു അധിപനാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ താൻ സമശിക്ഷാവിധിയിൽ അകപ്പെട്ടപ്പോഴാണ് ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന യേശു തുടർന്നുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയും കൂടെ ശ്രവിച്ചിട്ട് അദ്ദേഹം ആ ക്രൂശിലേക്ക് കണ്ണുയർത്തി നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആ കുറ്റകൃത്യം കണ്ടു, നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. യേശു ഉറപ്പായിട്ട് പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട. ജീസസ് said to him, "Assuredly I say to you," ഞാൻ ഉറപ്പായിട്ടും നിന്നോട് പറയും. വളരെ ശാന്തനായി യേശു അവിടെ കിടക്കുന്നല്ല. ഒരു വേള ചിന്തിച്ചാൽ ഇങ്ങനെ പറയാനുള്ള ശക്തി പോലുമില്ലാതെ താൻ കിടക്കുകയാണ്. അശക്തനായി കിടക്കുന്നുവെന്ന് തോന്നുമ്പോഴും താൻ രക്ഷിക്കുവാൻ ശക്തനാകും. ഈ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കർത്തൃദാസൻ എഴുതിയ ഒരു വാചകം മനസ്സിന് വളരെ ധൈര്യം തന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ജീസസ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഹി വാസ് ഏബിൾ ടു സേവ് എനിബഡി. ആരെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമോ എന്ന് തോന്നാത്ത വിധത്തിലെ യേശുവിൻ്റെ കിടപ്പ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ ക്രൂശിലെ കിടപ്പ് കണ്ടാൽ ഇതുപോലെ നിസ്സഹായനായൊരുവൻ എന്ന് തോന്നിപ്പോകാം. എന്നാൽ താൻ ബലഹീനനല്ലായിരുന്നു. ആ ക്രൂശിലെ അതികഠിനമായ പീഡകൾ ഏൽക്കുമ്പോഴും തന്നോട് രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന യേശു അവനെ ആ നിമിഷം തന്നെ രക്ഷിക്കുക. യേശു പറയാം, പ്രിയ സഹോദര, ഇപ്പം എൻ്റെ നിൻ്റെ അവസ്ഥയൊക്കെ തുല്യമല്ല, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഈ കെട്ടൊക്കെ ഒന്ന് അഴിയട്ടെ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്നല്ല പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. വലിയ ഉറപ്പാണ് യേശു കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. യാതൊരു സംശയവും വേണ്ട. മറ്റൊരാളെ അല്ല. അതുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, നിനക്ക് വേണ്ടി തന്നെ. യേശുവേ, എന്നെ സഹായിക്കണമേ. യെശയ്യാ പ്രവാചകൻ യേശുവിൻ്റെ കിടപ്പിനെക്കുറിച്ച് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവ് നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എന്ന്. യേശുവിന് ജനിക്കുന്നതിന് 700-ലധികം വർഷം പുറകിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിലൂടെ ദൈവാത്മാവ് ഈ കാര്യം രേഖപ്പെടുത്തി. യേശു ഈ മനുഷ്യനോട് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നോക്കിയാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടെ കാണാം. പാപികളുടെ സ്നേഹിതൻ, ചുങ്കക്കാരുടെ സ്നേഹിതൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന യേശു ഇപ്പോഴത്തെ ഈ പാപികളുടെ നടുവിൽ ഒരു പാപിയെപ്പോലെ മരിക്കുകയാണ്. മരിക്കുമ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, മരിക്കുമ്പോഴും അവിടുന്ന് അശക്തനല്ലായിരുന്നു, ബലഹീനനായിരുന്നു. ഇന്ന് എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിക്കുമ്പോഴും അതിനടുത്ത നിമിഷവും എന്തു സംഭവിക്കുമെന്നറിയാവുന്ന സർവജ്ഞാനിയായ ദൈവം നമുക്ക് പകരമായി അവിടുന്ന് ക്രൂശിൽ മരിക്കുമ്പോഴും രക്ഷിപ്പാൻ അവിടുന്ന് വല്ലഭനായ ദൈവമാണ്. ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ടവരെ, യേശുവേ എന്നെ സഹായിക്കണമേ. നമ്മൾ പാടിയതുപോലെ ആ കള്ളന് സന്തോഷമായി ക്രൂശിൽ വെച്ച് താൻ യേശുവിനെ കണ്ടെത്തിയതോടുകൂടെ അവനിനി അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ നിത്യമായ ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്.
യേശുവിനോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ. അതായത് ക്രൂശിൽ മരിച്ചിട്ട് യേശു എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചും യേശു കർത്താവിന് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഇവയെക്കുറിച്ചും കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു പരിതസ്ഥിതിയിലും കരം പിടിച്ച് നടത്തുവാൻ കരുത്തുള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് 23-ാം സങ്കീർത്തനത്തിൽ പാടിയത്, മരണനിഴൽ താഴ്വരയോടെ നടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്നെയും പരിഹാസവും അപമാനവും ഒക്കെ ഏറ്റ് കുറ്റവാളികളുടെ നിരയിലാത്താൻ മരിക്കുമ്പോഴും തൻ്റെ വരവിൻ്റെ ഉദ്ദേശം അത് താൻ ആ ക്രൂശിൽ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ക്രൂശിൻ്റെ ഉറപ്പ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശുവെ സഹായിക്കണമേ, രാജാവായ എൻ്റെ ജീവിതത്തിൽ വാഴണമേ, നിന്നോടുകൂടെ എന്നെയും ചേർക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഇന്നും അവിടുന്ന് മറുപടി തന്നുകൊണ്ടിരിക്കുക. ഇന്നും രക്ഷിക്കുവാൻ വല്ലഭനായിരിക്കുന്നവൻ. അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം കാതുകൾ മന്ദമായിട്ടുമില്ല. പരിഹാസങ്ങളും അപമാനങ്ങളുമൊക്കെ ആർത്തലച്ചുയരുമ്പോഴും ഈ മനുഷ്യൻ്റെ ദീനരോധനം തൻ്റെ കാതുകളിൽ പെട്ടിട്ട് അവനെ ജീവങ്കിലേക്ക് കൈപിടിച്ചുയർത്തുന്നവൻ, രക്ഷിപ്പാൻ വല്ലഭനായവൻ. ഇന്ന് നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. കർത്താവെ സഹായിക്കണമേ എന്ന ആ ആവശ്യത്തോടുകൂടെ എന്നെ രക്ഷിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, പാപത്തിൻ്റെ പാശത്തെ അറുത്തു നീക്കി ജീവൻ്റെ പുതുവഴിയിലേക്ക് നടത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക് നമുക്ക് അടുത്തില്ല. അവിടെ നമുക്ക് ഉറപ്പ് തരുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ കർത്താവ് ഇവിടെ ക്രൂശിൽ കിടന്നുകൊണ്ടൊരു ഉറപ്പ് തരികയാണ്. നീ ആരാണോ നിലവിളിക്കുന്നത് അവൻ. എന്നാ എപ്പോഴാണ് നീ നിലവിളിക്കുന്നത്? ആ സമയത്ത് എവിടെയിരിക്കും? എന്നോടുകൂടെ. ഞാൻ എവിടെയാണോ പോകുന്നത് അവിടെ നീ എന്നോടുകൂടെ ഇരിക്കും. തൻ്റെ കൂടവേ ഇരുത്തുന്ന രാജാവ് എന്നാണ് നമ്മൾ യേശുവിനെ കുറിച്ച് പാടുന്നത്. രാവിലെയും ആ ക്രൂശിൻ്റെ അരികിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം നടന്നിയല്ല, നമ്മെ സ്വീകരിപ്പാൻ അവിടുന്ന് മനസ്സായിട്ടിരിക്കുകയാണ്. പൂർവ്വകാല ചരിത്രങ്ങൾ ചകഞ്ഞു നോക്കി അതിനനുസരിച്ച് ഒന്നും ചെയ്യാതെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, രാജത്വം, കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ സഹായിപ്പാൻ, ക്ഷമിക്കുവാൻ അവിടുന്ന് വല്ലഭനായിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങ് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. രക്തം നിറഞ്ഞ ആ ഉറവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങളുടെ പാപത്തിൻ്റെ മലിനതകളെല്ലാം കഴുകിക്കളയുന്നതിനായി, ശാപത്തിൻ്റെ കെട്ടുകളെ നീ തകർത്ത് കളയുന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തോത്രം. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മലിനതകൾ ആകെ അകറ്റേണ്ടതിനായി ഈ മനുഷ്യത്തിൽ വന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയതിനായി, ഞങ്ങൾ നിമിത്തമായി കർത്താവെ അങ്ങേറ്റ എല്ലാ പീഡകൾക്കും എല്ലാ കഷ്ടാനുഭവങ്ങൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിക്കുവാൻ അങ്ങേക്ക് മനസ്സായതിനായിട്ട് സ്തോത്രം. യേശു കർത്താവയോട് അരികിലേക്ക് വരുന്ന ഏവരെയും അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെയും തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സഹായിക്കണമേ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി, ബലഹീനരെ ശക്തീകരിക്കുന്നതിനായി, നിരാശർക്ക് പ്രത്യാശയും ധൈര്യവും പകരുന്നതിനായിട്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ വഴികളൊക്കെ അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്നവർക്ക് കർത്താവെ പുതുവഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യൗവനക്കാരെ ഞങ്ങൾ ഓർക്കുന്നു, നല്ല ജോലി, നല്ല കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവം ഒരുക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരീക്ഷ നിന്ന് ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെല്ലാം പ്രത്യേകം ദൈവം സഹായിക്കണം. ദൈവിക ജ്ഞാനം, നല്ല ഓർമ്മശക്തി, കർത്താവ് നല്ല ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, അവർ ഓർത്തു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവരുടെ മനസ്സിൽ വന്ന് അതെല്ലാം പരീക്ഷയിൽ നന്നായിട്ട് എഴുതുവാൻ കഴിയത്തക്ക വിധത്തിലുള്ള ശാരീരിക, മാനസിക, ആത്മീയ ബലം നീ അവർക്ക് പകരുന്നതിനായിട്ട് സ്തോത്രം. ശുഭകരമായി പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുന്ന കർത്താവ് അവരോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദേശത്തും രാജ്യത്തും വലിയ സമാധാനവും സമൃദ്ധിയും ദൈവം അയക്കുന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യം പകരണമേ, രോഗികളെയൊക്കെ ദൈവം സൗഖ്യമാക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.